ഗൈസ്, അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്ത്യയിൽ ഈ എന്താ പറയുക ലക്ഷദ്വീപ് പോലെ സ്ഥലങ്ങളുണ്ട്. അതായത് നമുക്ക് കൊച്ചിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷദ്വീപ് ഉള്ളത്, അവിടെ ആൾക്കാർ മലയാളം സംസാരിക്കുന്ന കുറേ സുഹൃത്തുക്കളായിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലം. പക്ഷേ ഇപ്പോഴും ആരും പോവാത്ത കുറച്ച് ദ്വീപുകളുണ്ട്. അത് ഈ ഭൂമിയിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇന്ത്യയിലും അതേപോലെ 1-2 ലക്ഷദ്വീപ് എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ സംഭവം. പക്ഷെ അവിടെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത, ബുദ്ധി വിവരം അല്ലേ കുരങ്ങിൻ്റെ അത്രയും പോലും ഒരു ഇതില്ലാത്ത ആൾക്കാരാണ്. മനസ്സിലായോ? എന്നുവെച്ചാൽ അവർ അവിടെ കുറേ പേര് ഈ കാട്ടുവാസികളെ പോലെ ജീവിക്കുവാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കടൽ ആയതുകൊണ്ട് വല്ല മീനെയും പിടിക്കണം. അതേപോലെ കൃഷികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. തുണി ഉടുക്കുന്നുണ്ടായിരിക്കുമോ എന്നറിയത്തില്ല. അതേപോലെ ഈ പറഞ്ഞല്ലോ വല്ല പുല്ലും ഇതുമൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അതെല്ലാം ചുമ്മാ കെട്ടി ചുറ്റിയൊക്കെ ആയിരിക്കും നടക്കുന്നത്. അവർക്ക് സോഷ്യൽ മീഡിയ പരമായിട്ടുള്ള ഐഡിയ ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സാധനം അങ്ങ് കണ്ടുപിടിക്കണം. അതായത് ഒരു ഫുട്ബോളിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു സ്ക്വയർ സാധനം, അതിന് 4 ചുറ്റും സോളാറായിരിക്കണം. എന്നിട്ട് ഇതിന് 6 ഭാഗം ഉണ്ടായിരിക്കുമല്ലോ, മേള് സൈഡ് ഈ സൈഡ് ഇങ്ങനെ. അതിന് ചുറ്റും ക്യാമറ വേണം. ഇതെന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ നേരെ കൊണ്ടുപോയി അവിടെ അങ്ങ് ഇടണം. കണ്ടു കഴിഞ്ഞാൽ ഒരു തേങ്ങയുടെ വലുപ്പമൊക്കെ ഫുട്ബോളിൻ്റെ അതേ ഒരു സ്ക്വയറിൽ സോളാർ ഉള്ളത് തന്നെ അത് ചാർജ് കയറുകയും ചെയ്യും. എന്നിട്ട് ഇതിന് 4 ചുറ്റും ക്യാമറ ഉള്ളതുകൊണ്ട് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇതിനകത്ത് മൈക്ക് വേണം. അതാകുമ്പോൾ ഇവർ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാൻ വേണ്ടി പറ്റും. അതേപോലെ ഈ ഭൂമിയിൽ എന്തെല്ലാം ലാംഗ്വേജ് ഉണ്ടോ ആ ലാംഗ്വേജ് എല്ലാം ഉൾപ്പെടുത്തി അതിനകത്ത് റെക്കോർഡ് ചെയ്ത് സെറ്റ് ചെയ്തോ. ഇവർ തല്ലി പൊട്ടിക്കാണ് കൊണ്ട് ഇവന്മാരൊന്നുകിൽ ഇത് സാധനം തല്ലി പൊട്ടിക്കും, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാതൊരുമായിട്ടുള്ള ഇതുമില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നിയ ഐഡിയ എന്ന് പറഞ്ഞാൽ വല്ല പ്ലെയിനും വല്ലതും എടുത്തുകൊണ്ട് പോയിട്ട് ഉമ്മാരുടെ മണ്ടയിൽ കൂടെ പോയിട്ട് കുറച്ച് നമ്മൾ ധാന്യങ്ങൾ മഴ പോലെ പെയ്യിപ്പിക്കുക. അതേപോലെ ഉടുക്കാനുള്ള വസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ എനിക്കിപ്പം തോന്നുന്നത്, ഇനി പണ്ടെങ്ങാണം ഇവിടെ ഉള്ള നാട്ടുകാരോ അല്ലെ മറ്റേതെങ്കിലും നാട്ടുകാർ, അതായത് കുറച്ച് അതിബുദ്ധി കൂടിയ കുറേ ബേട്ടാബളിയന്മാർ എന്താക്കി കാണും. അന്ന് പ്ലെയിനും ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കണ്ടുപിടിച്ച എന്തെങ്കിലും ആയിക്കോട്ടെ, നേരെ ഒരു വലിയ കപ്പൽ എടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് കുറച്ച് കൊച്ചു ബോട്ടുകൾ സെറ്റ് ചെയ്ത് കയറ്റുന്നു. പിന്നെ കുറേ ആൾക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ എന്താ ചെയ്യുന്നു, നേരെ കപ്പലും എടുത്തോണ്ട് ഈ ലക്ഷദ്വീപിലേക്ക് പോയിട്ട് അവിടെ അങ്ങ് സെറ്റിലാവുന്നു. എന്നിട്ട് ഈ വലിയ കപ്പൽ എന്താ ചെയ്യും, ഉമ്മാർ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഈ കടലിനടിയിൽ താത്ത്. പിന്നെ അവരുടെ കുട്ടികൾ ഇങ്ങനെ വളർന്ന് ഏതെന്നൊന്നും അറിയാത്ത പൊട്ടന്മാരെ പോലെ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഇത് പറഞ്ഞത് ഇച്ചിരി ഓവറാണ് സത്യം പറഞ്ഞാൽ. സത്യത്തിൽ അവന്മാർ ചിലപ്പോൾ നമ്മളെക്കാട്ടി ബുദ്ധിയും വിവരവും അല്ലേ ശക്തിയൊക്കെ ഉള്ള ഹെവി ടീമായിരിക്കും. ഇപ്പം ഞാനൊരുത്തൻ അല്ലെ കുറേ പേര് നമ്മൾ കൂട്ട് മറ്റേ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അവിടെ പോയാലും അവന്മാർ നമ്മളെ തട്ടിക്കളയാനാണ് ചാൻസ്. അതും ബ്രൂട്ടലായിട്ടൊക്കെ കൊല്ലാനൊക്കെ ഉണ്ട്. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനൊക്കെ ഉള്ള മൈൻഡ് സെറ്റിലൊക്കെ ഉള്ളവന്മാരായിരിക്കും. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞിരുന്നെന്നുണ്ടെന്നുണ്ടേ കൊള്ളായിരുന്നെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം തോന്നിയ ഐഡിയ ആണ്.